ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ സൂത്രൻ. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴി. മഴ പെയ്താൽ ഇതിലൂടെ എങ്ങനെ കയറുമെന്ന് നിങ്ങൾ തന്നെ പറ. ഞാനിവരോട് പറഞ്ഞു സ്വൈര്യം കൊടുക്കാതെ ഞാനിത് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ച് ഗൈസ്. സിറ്റൗട്ടിൽ മുഴുവൻ ചെളിയാക്കി എന്നുള്ള പരാതി ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴല്ലേ വീട്ടുകാരുടെ പുതിയ പരാതി. എന്റെ വർഗ്ഗക്കാരുടെ കാൽപ്പാട് പതിയാത്ത ഒരൊറ്റ കോൺക്രീറ്റ് റോഡില്ലത്രേ. എന്നാ പിന്നെ ഒന്ന് നോക്കണല്ലോ. ഒറ്റ ഒരുത്തനെ ഇനി പരിസരത്ത് കയറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ റോഡ് സെറ്റായില്ലേ? എന്നാ വാ, ഞാൻ എൻ്റെ ഒരു സൂത്രപ്പണി കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ? വീട്ടുകാർ കാണാതെയാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് ഇവർ പ്രോത്സാഹിപ്പിക്കില്ല നീ. ഇനി അവർ കണ്ടാൽ എന്താവോ എന്തോ. എൻ്റെ ദൈവമേ, എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കുഴിച്ചങ്ങ് എത്തിയല്ലോ. നീ എന്താടാ ഇവിടെ കിണർ കുഴിക്കുന്നുണ്ടോ? കിണറ് പോലും കിണറ്. ഈ അമ്മയ്ക്ക് ഒരു വിവരമില്ലാന്നാ തോന്നുന്നത്. നടപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാനിവിടെ ഒരു തുരങ്കപാത ഉണ്ടാക്കാനുള്ള തീവ്ര സമ്പത്തിലാണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പരിശ്രമം തുടരട്ടെ ഗൈസ്. അപ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം എന്നാണല്ലോ. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ ശ്രമം തുടരട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ പിന്നെ കാണാം. ഓക്കേ.